RSS കൂടിക്കാഴ്ചയടക്കമുള്ള വിവാദങ്ങളെ തുടർന്ന് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണെന്ന പരിഹാസവുമായി KC വേണുഗോപാൽ MP. ഘടകകക്ഷിയായ CPIയെ കളിയാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും വേണുഗോപാൽ പറഞ്ഞു. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടും പേരിനെന്തെങ്കിലും കാട്ടിക്കൂട്ടുക മാത്രമാണ് ഉണ്ടായതെന്ന് KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ നടപടിയാണോ ഉണ്ടായതെന്നും വേണുഗോപാൽ ചോദിച്ചു. തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോഴും ഈ ഫാൾസ് പ്രസ്റ്റീജ് വെച്ചിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ഇത്രയും ഗൗരവമായ വിഷയത്തിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ശക്തമായ നിലപാടെടുത്തിട്ടും പേരിനെന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം, ഒരാത്മാർത്ഥതയില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ലല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇഷ്യൂ അത്രയും ഗൗരവമുള്ള ഇഷ്യൂ അല്ലേ? ഇത്രയും ഗൗരവമുള്ള ഇഷ്യൂ താങ്കളുടെ തന്നെ മുന്നണിയിലെ ഘടകകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂവിൽ ഇങ്ങനെയാണോ സത്യത്തിൽ CPIയെ കളിയാക്കുക ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഉത്തരവിലൂടെ. അതുകൊണ്ട് പേരിന് ചെയ്തു. അതുകൊണ്ട് ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു സ്ഥലം മാറ്റ ഉത്തരവ്, സാധാരണഗതിയിലോ സ്ഥലം മാറ്റ ഉത്തരവ് പോലെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്, ഇതൊന്നും വ്യക്തമാക്കപ്പെട്ടില്ല. DGP അന്വേഷിച്ച റിപ്പോർട്ട് എന്താണെന്ന് ഇപ്പോൾ കേരളത്തിന് അറിയില്ല. ഇത് വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ലല്ലോ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവേണ്ടത്. ഏറ്റവും ഗുരുതരമായ ആക്ഷേപം RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആക്ഷേപത്തെക്കുറിച്ച് DGP അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. ആ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലാണോ സ്ഥലം മാറ്റം? അല്ല, ഇത് സാധാരണ സ്ഥലം മാറ്റമാണോ? ഇതൊന്നും വ്യക്തമല്ല. ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ സംഭവത്തിന് അടിസ്ഥാനപരമായി ഒരു ആത്മാർത്ഥമായ നടപടിയാണോ മുഖ്യമന്ത്രി സ്വീകരിച്ചത്? അല്ല. ഘടകകക്ഷിയായ CPIയുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുകയായിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ അപകീർത്തിപ്പെടുത്തിയതോടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പര്യായമായി മാറിയിരിക്കുകയാണ് സർക്കാരെന്നും സ്പീക്കർ സർക്കാരിനെ പോലെ തന്നെ പെരുമാറാൻ പാടില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പാലരുവി വേണാട് എക്സ്പ്രസ് ട്രെയിനുകളിലെ യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരം. കൊല്ലം, കോട്ടയം, എറണാകുളം സ്പെഷ്യൽ മെമു ട്രെയിൻ ഓടിത്തുടങ്ങി. രാവിലെയും വൈകുന്നേരവും തിരുവനന്തപുരം, എറണാകുളം ട്രെയിൻ സർവീസുകളിൽ യാത്രക്കാരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പാലരുവി, വേണാട് തുടങ്ങിയ ട്രെയിനുകളിൽ യാത്രക്കാർ തിരക്ക് മൂലം അതിരൂക്ഷമായ ദുരിതങ്ങളാണ് നേരിടുന്നത്. നിന്നും തിങ്ങിയുമുള്ള യാത്ര മൂലം പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇതിന് പരിഹാരമായി മറ്റൊരു ട്രെയിൻ കൂടി വേണമെന്ന ആവശ്യമുയർന്നത്. യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമായി കോട്ടയം വഴി കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്ക് തിങ്കളാഴ്ച മുതൽ സ്പെഷ്യൽ മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് സർവീസ്. യാത്രാ ദുരിതം റെയിൽവേ മന്ത്രാലയത്തിലും ഉന്നത ഉദ്യോഗസ്ഥരെയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ മെമു ട്രെയിൻ അനുവദിച്ചതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. പാലരുവി എക്സ്പ്രസിനും വേണാട് എക്സ്പ്രസിനും ഇടയിൽ ഒരു മെമു സർവീസ് ആരംഭിച്ചാൽ മാത്രമേ വേണാട് എക്സ്പ്രസ്സിലുള്ള യാത്രക്കാരുടെ അനിയന്ത്രമായ തിരക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യമതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിലും അതുപോലെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും ഈ വിഷയം അവതരിപ്പിച്ചത്. അതിനുവേണ്ടി നടത്തിയ വലിയ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഇന്നു മുതൽ കൊല്ലത്ത് നിന്ന് കോട്ടയം വഴി എറണാകുളത്തേക്കും, എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി കൊല്ലത്തേക്കും മെമു സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് സ്പെഷ്യൽ മെമു ആയിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. 2 മാസക്കാലം സ്പെഷ്യൽ മെമു സർവീസ് നടത്തും. ഏതാണ്ട് 40ഓളം ട്രിപ്പുകളാണ് ഈ 2 മാസക്കാലം നടത്താൻ പോകുന്നത്. അതിനുശേഷം ഈ മെമു സർവീസ് പെർമനൻ്റായി നടത്തുന്നതിന് ആവശ്യമായ റേക്ക്, അതായത് എഞ്ചിനും കമ്പാർട്ട്മെൻറ്റുകളും റെയിൽവേ ബോർഡിൽ നിന്ന് സ്ഥിരമായി ഓടാൻ അനുവദിച്ച് കിട്ടുന്നതുവരെ ഈ മെമു സർവീസ് സ്പെഷ്യൽ സർവീസായി ഓടും. ഞാനിന്ന് രാവിലെ 5:40 കൊല്ലത്തുനിന്ന് പുറപ്പെട്ട ഈ സ്പെഷ്യൽ മെമുവിൽ യാത്ര ചെയ്ത് ഏറ്റുമാനൂർ വരെ പോവുകയുണ്ടായി. നിലവിൽ സ്പെഷ്യൽ ട്രെയിനായി അനുവദിച്ചിരിക്കുന്ന മെമു ട്രെയിൻ ആഴ്ചയിൽ 6 ദിവസം ആക്കുന്നതിന് റെയിൽവേ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. 8 കമ്പാർട്ട്മെൻറ്റുകൾ എന്നുള്ളത് 12 ആക്കുവാനും പരിശ്രമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
രാവിലെ 6:15 കൊല്ലത്ത് നിന്നും ആരംഭിച്ച് 9:35 എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരിച്ച് 9:50 പുറപ്പെടുന്ന മെമു 1:30 കൊല്ലത്ത് എത്തിച്ചേരും. ചെങ്ങന്നൂരിൽ 7:18, തിരുവല്ലയിൽ 7:28, ചങ്ങനാശ്ശേരിയിൽ 7:37, കോട്ടയത്ത് 7:56 എറണാകുളത്തേക്കുള്ള സർവീസിൽ മെമു എത്തിച്ചേരുക. ട്രെയിനിന്റെ കന്നി യാത്രയിൽ കൊല്ലത്ത് നിന്നും ഏറ്റുമാനൂരിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും ഒപ്പമുണ്ടായിരുന്നു. വിവിധ സ്റ്റേഷനുകളിൽ കൊടിക്കുന്നിലിന് UDF പ്രവർത്തകർ സ്വീകരണം നൽകി. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ എംപിക്കും UDF പ്രവർത്തകർ സ്വീകരണം നൽകിയിരുന്നു. ചങ്ങനാശ്ശേരിയിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം വിജയലാലി, നേതാക്കളായ PN നൌഷാദ്, KF വർഗീസ്, PH നാസർ, ബാബു കോയിപ്പുറം, തോമസ് അക്കര, ജോമി ജോസഫ്, സജാദ് മുഹമ്മദ് തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടൽ മൂലമാണ് കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചതെന്ന് BJP അവകാശപ്പെട്ടു. പ്രവർത്തകർ ചങ്ങനാശ്ശേരിയിൽ ട്രെയിനിന് സ്വീകരണം നൽകി. BJP ചങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടി. സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജഗോപാൽ, മധ്യമേഖല ഉപാധ്യക്ഷൻ NB കൃഷ്ണകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കണ്ണൻ പായിപ്പാട്, MB രവി, സംസ്ഥാന കൗൺസിൽ അംഗം PP ധീരസിംഹൻ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശാന്തി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രി ജോർജ് കുര്യനും അഭിനന്ദനം അറിയിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു സ്വീകരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ കാരിച്ചാൽ തന്നെ ജേതാവ്. വിധി പുനഃപരിശോധിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലെന്ന് ജൂറി ഓഫ് അപ്പീൽ വിലയിരുത്തിയതായി NDBR സൊസൈറ്റി ചെയർമാൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാ C. എബ്രഹാം, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് വേണു, ജില്ലാ ലോ ഓഫീസർ അഡ്വക്കേറ്റ് അനിൽകുമാർ, NDBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുൻ MLA CK സദാശിവൻ, ചുണ്ടൻവള്ളം ഉടമ അസോസിയേഷൻ പ്രസിഡന്റ് RK കുറുപ്പ് എന്നിവരടങ്ങിയ ജൂറി ഓഫ് അപ്പീലിന്റെ തിങ്കളാഴ്ച ചേർന്ന സിറ്റിംഗിലാണ് തീരുമാനമെടുത്തത്. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരാതി വിശദമായി യോഗം പരിശോധിച്ചു. ബന്ധപ്പെട്ട വീഡിയോ, ടൈമിംഗ് സംവിധാനം എന്നിവയും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പരാതിയും വിശദമായി ജൂറി ഓഫ് അപ്പീൽ പരിശോധിച്ചു. സ്റ്റാർട്ടിംഗിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് തുഴ പൊക്കിപ്പിടിച്ചതായി കണ്ടെത്തി. എന്നാൽ മത്സര നിബന്ധന പ്രകാരം അവർ തുഴയേണ്ടതായിരുന്നു. ട്രാക്ക് ക്ലിയർ ആണ് എന്ന് ഉറപ്പാക്കി ചീഫ് അമ്പയർ സ്റ്റാർട്ടിംഗ് അനുമതി നൽകിയതിനാലാണ് ചീഫ് സ്റ്റാർട്ടർ സ്റ്റാർട്ടിംഗ് നടത്തിയത്. അതിനാൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പരാതിയും പുനഃപരിശോധിക്കേണ്ട സാഹചര്യമുള്ളതായി കാണുന്നില്ലെന്നും യോഗം വിലയിരുത്തി. കുറിച്ചി ഹോമിയോപ്പതി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോരായ്മകൾ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സന്ദർശനം നടത്തി അധികാരികളും ജീവനക്കാരുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരുന്നു MPയുടെ പ്രഖ്യാപനം. തിങ്കളാഴ്ച രാവിലെ 10:30 കൊടിക്കുന്നിൽ സുരേഷ് MP കുറിച്ചി ഹോമിയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടും ആശുപത്രിയുടെ വിവിധ ബ്ലോക്കുകളും സന്ദർശിച്ച് വിശദമായ ഒരു അന്വേഷണമാണ് അദ്ദേഹം നടത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോരായ്മകളും ഇനിയും നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളും ആയുഷ് മന്ത്രാലയത്തെ അറിയിച്ച് അതിനുള്ള പരിഹാര മാർഗം തേടുമെന്ന് സന്ദർശനത്തിന് ശേഷം കൊടിക്കുന്നിൽ സുരേഷ് KCV ന്യൂസ് പ്രതിനിധി അജി ദാമോദറിനോട് പറഞ്ഞു. ഇതിനെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തിക്കൊണ്ട് ഈ ഹോമിയോ ചികിത്സ വ്യാപകമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ഹോമിയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് PG കോഴ്സിൽ അവർക്ക് അഡ്മിഷൻ കൊടുത്ത് കൂടുതൽ PG വിദ്യാർത്ഥികൾക്ക് ഹോമിയോ രംഗത്ത് കടന്നു വരാനുള്ള അവസരം ഒരുക്കുക. അതിനാവശ്യമായ അക്കാഡമിക് ബ്ലോക്ക് ഏതാണ്ട് 150 കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അക്കാഡമിക് ബ്ലോക്കിൻ്റെ ഒരു പ്രോജക്റ്റ് മന്ത്രാലയത്തിൻ്റെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിന് അംഗീകാരം നേടിയെടുക്കുക, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക. അപ്പോൾ നമ്മുടെ അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പ്രത്യേകമാക്കുക, ഈ IP OP അതും പ്രത്യേകമാക്കി മാറ്റിക്കൊണ്ട് വിപുലമായ ഒരു ക്യാമ്പസായി ഈ ഹോമിയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ മുരളി ഉൾപ്പെടെയുള്ള അധികാരികളോടും മറ്റ് ജീവനക്കാരോടും നിലവിലുള്ള പ്രശ്നങ്ങൾ കൊടിക്കുന്നിൽ ചർച്ച ചെയ്തു. ഏകദേശം 1 മണിക്കൂറിലധികം MP ഇവിടെ ചെലവഴിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖ്,
കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം, ജോ വിരുത്തിക്കരി തുടങ്ങിയവർ എംപിക്കൊപ്പമുണ്ടായിരുന്നു. മങ്കൊമ്പ് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ 7-8 തീയതികളിലായി നടക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 ഉദ്ഘാടന സമ്മേളനം. വൈശ്യംഭാഗം BBM ഹൈസ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം BBM ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു നിർവഹിച്ചു. പാഠപുസ്തകത്തിനപ്പുറമായി പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ നടത്തുന്ന ശാസ്ത്ര, സാമൂഹിക, ഗണിത, കലാമേളകൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ മാറ്റിവെക്കുന്നതിനും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവരവർക്ക് തനതായ രീതിയിൽ അവരുടെ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിനും അതിനൊരു പൂർത്തീകരണത്തിലേക്ക് വരുത്തുന്നതിനും ഇത്തരത്തിലുള്ള മേളകൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, കോവിഡിന്റെ കാലത്ത് കുഞ്ഞുങ്ങളും നമ്മളെല്ലാവരും സ്വകാര്യ ഇടങ്ങളിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ടു. അന്ന് കുഞ്ഞുങ്ങളും നമ്മളും എല്ലാം ചെറിയ സ്ക്രീനിനുള്ളിലേക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ചുരുങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുന്ന പൊതു ഇടങ്ങളായി സ്കൂളുകൾ മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്ന് നടത്തുന്ന ഗണിതശാസ്ത്ര മേളകൾ. ഉദ്ഘാടന സമ്മേളനത്തിൽ നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ അധ്യക്ഷയായിരുന്നു. കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ PM ബാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണവും സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ബാബു പൂവത്തിങ്കൽ മുഖ്യപ്രഭാഷണവും നടത്തി. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗോകുൽ ഷാജി, നെടുമുടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്മിത രാജേഷ്, മങ്കൊമ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ L അനുപമ, PTA പ്രസിഡന്റ് AV മുരളി, ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രകാശ് J തോമസ്, BBM ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് റോസ്മേരി മൈക്കിൾ, ജോയിന്റ് കൺവീനർ KR മീന എന്നിവർ സംസാരിച്ചു. ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT എന്നീ വിഭാഗങ്ങളിലാണ് 2 ദിവസങ്ങളിലായി മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. വിസ തട്ടിപ്പിന് ഇരയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്. തലവടി 8ാം വാർഡ് മാളിയേക്കൽ ശരണ്യയാണ് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ജീവനൊടുക്കിയത്. പാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ശരണ്യയെ കബളിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. വിദേശത്ത് പോകുന്നതിനായി വിസയ്ക്കും ടിക്കറ്റിനുമുള്ള പണം ശരണ്യ ഏജന്റിനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ യാത്രയുടെ തലേദിവസം മാത്രമാണ് ഇത് തട്ടിപ്പാണെന്ന് ശരണ്യയ്ക്ക് മനസ്സിലായതെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ശരണ്യ നടത്തിക്കഴിഞ്ഞിരുന്നു. തട്ടിപ്പിൽ മനം നൊന്താണ് ശരണ്യ ആത്മഹത്യ ചെയ്തത്. പാല കേന്ദ്രീകരിച്ചുള്ള ഏജൻസി തലവടിയിലെ മറ്റു പലരുടെ കയ്യിൽ നിന്നും വിസയ്ക്കായി പണം വാങ്ങിയതായി സൂചനയുണ്ടെന്നും അജിത് കുമാർ പറഞ്ഞു. തലവടി പഞ്ചായത്ത് 8ാം വാർഡിൽ മാളിയേക്കൽ ശരണ്യ എന്ന് പറയുന്ന യുവതി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തപ്പെട്ടു. ആ ആത്മഹത്യയ്ക്ക് കാരണമായി പറയപ്പെടുന്നത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ആ വിദേശത്ത് കൊണ്ടുപോകാനുള്ള ടിക്കറ്റും അതിന് വേണ്ടുന്ന വിസയും കൃത്യമായി നൽകാത്തതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത്. പാലാ കേന്ദ്രീകരിച്ചുള്ള ഒരു ഏജൻസിയാണ് ഇതിന് പിന്നിലെന്നും നിരവധി പേരെയാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ ശരണ്യയുടെ കുടുംബത്തിന് നീതി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ശരണ്യയുടെ ആത്മഹത്യ അറിഞ്ഞ് ശരണ്യയുടെ ഭർത്താവ് അരുൺ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. എടത്തുവ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് അരുണിന്റെ മരണം ഒഴിവാക്കപ്പെട്ടത്. അവര് വീടിന്റെ കതവ് പൊളിച്ച് അകത്ത് കയറി അരുണിനെ രക്ഷിക്കുകയായിരുന്നു. ശരണ്യയുടെ മരണവിവരം അറിഞ്ഞ് ഭർത്താവ് അരുണും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയുണ്ടായി. പോലീസിന്റെ സംയോജിതമായ ഇടപെടലാണ് അരുണിനെ രക്ഷപ്പെടുത്തിയത്. ശരണ്യയ്ക്ക് 34 വയസ്സായിരുന്നു. വിവാഹം കഴിഞ്ഞ് 7 വർഷമായെങ്കിലും ഇവർക്ക് മക്കളില്ല. ശരണ്യയുടെ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടത്തി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു.
മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും 6ാം വാർഡ് ADSഉം സംയുക്തമായി ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാനസം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് മെമ്പർ സലിം പടിപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മാനസം നമ്മുടെ മനസ്സ്, നമ്മളൊക്കെ പറയും നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം, അങ്ങനല്ലേ പറയുന്നത്? മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുഖത്തിലൂടെ എക്സ്പ്രഷൻ ചെയ്യില്ലേ? ഇപ്പോൾ ചോദിക്കത്തില്ലേ എന്താ വിഷമം, മുഖത്ത് കൊണ്ട് ഒരു വിഷമമുണ്ട്, എന്താണ് നമ്മൾ ചോദിക്കത്തില്ല. നമുക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. അതാണ് അതിൻ്റെ കൃത്യമായി പറയുന്നത്, മുഖത്ത് പ്രതിഫലിക്കും. ADS പ്രസിഡന്റ് സെൽവി ഗണേശൻ യോഗത്തിൽ അധ്യക്ഷയായി. മനസ്സാണ് മറക്കരുതെന്ന വിഷയത്തിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അതായത് നമ്മുടെ മാനസികാരോഗ്യം എന്ന് ഏറ്റവും കൂടുതൽ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സുസ്ഥിരത എന്ന് പറയുന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ മാനസികവും ശാരീരികവും വൈകാരികവും ഒക്കെ ആയിട്ട് നമ്മൾ സുസ്ഥിരത അനുഭവിക്കുന്നതാണ് നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ അതിൽ മാനസികാരോഗ്യത്തിന് എത്രയധികം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ഈ വന്ന കാലത്ത് ചിന്തിക്കണം. നമ്മൾ ഓരോ 40 സെക്കൻഡിലും ഓരോ ആൾക്കാരും ഇവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇനിയും വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചോണം. ഏറ്റവും കൂടുതൽ നമ്മൾ അഡിക്റ്റഡ് ആവാൻ പോകുന്നത് വിഷാദ രോഗത്തിൽ കൂടിയായിരിക്കും. ഇപ്പോൾ എനിക്കൊന്ന് ആശാവർക്കർക്കൊക്കെ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാലസദസ്സിൽ പങ്കെടുക്കുകയും വിവിധ കലാപരിപാടികൾ നടത്തുകയും ചെയ്ത കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ADS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന ഹരിത ഭവന സദസ്സുകൾക്ക് സമാപനമായി. മാലിന്യ നിർമ്മാർജ്ജനം, ഊർജ്ജ സംരക്ഷണം എന്നീ പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഖരദ്രവ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, തരിശുനില കൃഷി വ്യാപനം, പുരപ്പുറ സോളാർ പദ്ധതി, ദക്ഷത കൂടിയ വൈദ്യുതോപകരണങ്ങളുടെ വ്യാപനം, പൊതുജനാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിലൂന്നി 13 വാർഡുകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഹരിത ഭവന സദസ്സുകൾ സംഘടിപ്പിച്ചത്. ഒക്ടോബർ 4, 5 തീയതികളിലായി നടന്ന ഭവന സദസ്സ് മിത്രക്കരി 53-ാം നമ്പർ SNDP ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരമ്യ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PT വിനോദ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതീഷ് കുമാർ, ജോസ് മാമ്മൂട്, KM ആന്റണി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ വിഷയാവതരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലിബിമോൾ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡോളീസ് കറിയ, മെർലിൻ ബൈജു, ശശികല സുനിൽ, റിനീഷ് ബാബു, മറിയാമ്മ ജോസഫ് തുടങ്ങിയവർ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ജിജിമോൻ, ഓവർസിയർ ത്രേസ്യാമ്മ വർഗീസ്, IRTC സ്റ്റേറ്റ് കോർഡിനേറ്റർ KB ജയകുമാർ, ക്ലസ്റ്റർ കോർഡിനേറ്റർ PV വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല കവർന്ന പ്രതി 1 മാസത്തിന് ശേഷം പോലീസ് പിടിയിൽ. തലവടി കൊച്ചമനം തട്ടങ്ങാട് വീട്ടിൽ TT സജികുമാറാണ് അറസ്റ്റിലായത്. 1 മാസത്തിനു മുൻപ് വഴിയാത്രക്കാരിയായ തലവടി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ പുഷ്പമംഗലം വീട്ടിൽ അംബുജാക്ഷി അമ്മയുടെ 4 പവന്റെ മാല മോഷ്ടിച്ചാണ് പ്രതി കടന്നത്. മോഷണശേഷം ഇയാൾ അന്യസംസ്ഥാനത്തേക്ക് കടന്നിരുന്നു. CCTV ദൃശ്യം പരിശോധിച്ചും ആലപ്പുഴ സൈബർ സംഘത്തിന്റെ സഹായത്തിലും പ്രതിയെ അന്വേഷിച്ചു വരികയായിരുന്നു. പ്രതിയെക്കുറിച്ച് ആദ്യ സൂചന പോലീസിന് ലഭിച്ചെങ്കിലും ഇയാളുടെ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അന്യസംസ്ഥാനത്തായാണ് കണ്ടെത്തിയത്. ഇയാളെ തേടി പോലീസ് പോകാനിരിക്കെ കഴിഞ്ഞ ദിവസം ടവർ ലൊക്കേഷൻ തലവടിയിൽ കണ്ടെത്തുന്നതായി സൈബർ വിങ്ങിന്റെ സഹായത്തോടെ എടത്വ പോലീസ് സ്ഥിരീകരിച്ചു. ഇതോടെ ഇയാളെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജില്ലാ പോലീസ് സൂപ്രണ്ട് മോഹനചന്ദ്രൻ, അമ്പലപ്പുഴ DYSP KN രാജേഷ്, എടത്വ SI N രാജേഷ്, ASI പ്രദീപ് കുമാർ, CPOമാരായ അജിത് കുമാർ, വൈശാഖ്, ജസ്റ്റിൻ, രാജൻ, സ്പെഷ്യൽ സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ സിദ്ദിഖ്, ഹരികൃഷ്ണൻ, ബിനിൽ, ശരത് എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് തൃക്കൊടിത്താനം ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ ഫാത്തിമാപുരം പോസ്റ്റ് ഓഫീസ് പടിക്കൽ പ്രതിഷേധ സംഗമം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങളെ തരംതിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്ന് ചെയ്യുന്നത്. പരമ്പരാഗതമായിട്ടുള്ള കാർഷിക മേഖലകളെ കുടിയേറ്റത്തിന്റെ ഭാഗമായി കാർഷിക മേഖലകൾ സൃഷ്ടിച്ച് ഇന്ത്യയുടെയും രാജ്യത്തിന്റെ മൊത്തത്തിലെയും വികസനത്തിന് കുടിയേറ്റ വിപ്ലവത്തിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള കാർഷിക പ്രോത്സാഹനം ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും
കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള ഇത്തരം കിരാതമായ നിയമങ്ങൾ അത് ഭേദഗതി ചെയ്യണമെന്നും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളെ മാറ്റി നിർത്തണം, കൃഷിഭൂമിയെ മാറ്റി നിർത്തണം എന്നുമാണ് പ്രകാരം ഒരു സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. മുനമ്പം നിവാസികൾ നിയമപരമായി വില നൽകി വാങ്ങിയ ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നത് നീതി നിഷേധമാണെന്ന് ബിജു സെബാസ്റ്റ്യൻ പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുക, കൃഷിഭൂമികൾ ESI പരിധിയിൽ ഉൾപ്പെടുത്തുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, എയ്ഡഡ് മേഖലയെ തകർക്കുന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ഫൊറോന പ്രസിഡന്റ് ലാലി ഇളപ്പുങ്കൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് വിഷയാവതരണം നടത്തി. ഫൊറോന ഡയറക്ടർ ഫാദർ ലിൻസ് തടത്തിൽ, ഫാദർ സെബാസ്റ്റ്യൻ മാമ്പ്ര, ജോസ് ജോൺ വെങ്ങാന്തറ, ജിനോ ജോസഫ്, സിസി സെബാസ്റ്റ്യൻ, ബോബി മുക്കാടൻ, ജോഷി കൊല്ലാപുരം, മിനി ഷാജി എന്നിവർ സംസാരിച്ചു. മാന്നാർ പരുമല പമ്പ കോളേജ് ഗ്രൗണ്ടിൽ സ്റ്റാലിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടി നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബുധനൂർ YMA ജേതാക്കളായി. DC പരുമലയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ ഭാരത് ബുധനൂരിനാണ് 2ാം സ്ഥാനം. വിജയികൾക്ക് സ്റ്റാലിന്റെ പിതാവ് KJ സെബാസ്റ്റ്യൻ ട്രോഫികൾ വിതരണം ചെയ്തു. പരുമലയുടെ സ്വപ്നം കണ്ട ട്രോഫി, വളരെ മനോഹരമായ എന്റെ പ്രിയ പരുമലയുടെ പ്രിയ ചേട്ടനായ നമ്മുടെ സ്റ്റാലിൻ ചാന്റെ ട്രോഫി, സ്റ്റാലിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി നൽകാൻ വേണ്ടി തമാശാനെ അതുപോലെ ക്ഷണിക്കുന്നു. വളരെ മനോഹരമായ ഈ നിമിഷം. ഇതോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷബീർ അലി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത് രാജൻ, കെവിൻ കെന്നഡി, K രതീഷ്, ബേബി കുളത്തിൽ, വിജിൽ വർഗീസ്, സോണി VS, സാജൻ, പ്രവീൺ, അഖിൽ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7060 രൂപ, പവന് 56,480 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.